ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. ഇവിടെ സമ്മർ വെക്കേഷനായി. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ട് എല്ലാം പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 5 ഡേയ്സും കൂടെ ഉള്ളൂ ഇനി നമുക്ക് നാട്ടിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവസാന നിമിഷത്തിൽ പാക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒന്ന് ഒതുക്കി ഓരോന്ന് ഒതുക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഐഡിയാസ് കിട്ടും ഇനി എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം ദേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ടേ ലഗേജ് എടുക്കെന്ന് പറഞ്ഞിട്ട് ഈ ദിവസം അതിനും ഇവിടെ കിടന്ന് ബഹളമാണ് കേട്ടോ. അപ്പം ലഗേജ് എല്ലാം നമ്മൾ കുറച്ച് തട്ടിൻ്റെ മുകളിലോട്ടാണ് വെച്ചിരിക്കുന്നത്, ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തൊക്കെ പാക്ക് ചെയ്യണം, അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യണം, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് രണ്ടുപേരും. അപ്പോൾ അതേ ഇവിടെ അയിനു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രോളി എല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് അവളെ ഡ്രസ്സുകളെല്ലാം, പിന്നെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ്, പിന്നെ പുറത്തിടുന്ന ഡ്രസ്സ് അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേ അവളെ ഡ്രസ്സെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടില്ല. വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം ഒരു സെക്ഷനായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി പുറത്തിടുന്നത് അപ്പുറത്തെ സൈഡ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബിച്ചുവിനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ മാമയുടെ മോളാണ് ബിച്ചു. ഇപ്പം അവൾക്കൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പോകുമ്പോഴും ഇങ്ങനെ റോൾ ടിഷ്യൂ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ എല്ലാവരുടെ പെട്ടിയിലും കാണുന്നത് പോലെ ഡേറ്റ്സും ബദാമും വാൾനട്ടും പിസ്തയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ടേബിൾ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് വാങ്ങിയിട്ടുള്ളത്. അതെ ട്രാൻസ്പെറൻറ്റിൽ കുറച്ച് ഗോൾഡൻ വർക്കും ബ്ലാക്കും ഗോൾഡും കൂടെ കോമ്പിനേഷനിൽ വരുന്ന ഒരു വർക്കാണ് കേട്ടോ. കൊള്ളാം. എനിക്ക് സ്വന്തമായിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം മാരേജിനല്ലേ പോകുന്നത്, അപ്പം അങ്ങനെ അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഒരു ഹീൽ ടൈപ്പ്, ചെറിയൊരു ഹീലാണ് വരുന്നത്. It's like I'm big. It's like diamond also here at the heels type when it's like, you know, this thing which makes it big. Good, right? Yeah. അപ്പം നമ്മൾ എല്ലാവർക്കും പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് സിൻസി മാമിക്കും, ഒന്ന് മമ്മാമ്മച്ചിക്കും, ഒന്ന് മമ്മാക്കും, ഒന്ന് പാപ്പച്ചി. പിന്നെ എല്ലാവരുടെ പെട്ടിയിലും കാണുന്ന സോപ്പ്, പിന്നെ തസ്ബി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹെയർ ക്ലിപ്സുകൾ, ഹെയർ ബാൻഡുകൾ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ഫുള്ള് വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചുകൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡിയായി. അത് ലഗേജ് എല്ലാം ട്രോളിയിൽ കയറ്റാണ്. എല്ലാവരും റെഡിയായി താഴോട്ട് പോകാൻ ടാക്സി താഴെ വന്നു. അപ്പോൾ എയർപോർട്ട് എത്തിയിട്ട് കാണാം. എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷമാണ്. വീട്ടുകാരെയും എല്ലാവരെയും കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൊണ്ടും ഒരു പ്രത്യേക രീതിയിലുള്ള സന്തോഷമാണ് മനസ്സിൽ ഉണ്ടാകുന്നത് കേട്ടോ. അത് മക്കൾക്കും എനിക്കും ഇക്കാക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തരം ഒരു സന്തോഷമാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പക്ഷെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. വീണ്ടും നമ്മളുടേതായിട്ടുള്ള ഒരു ഒറ്റയ്ക്കുള്ള ലൈഫിൽ മുന്നോട്ട് പോവുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഒരു സങ്കടമാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു കേട്ടോ. പക്ഷേ പ്രതീക്ഷിച്ച അത്ര ഒരു ട്രാഫിക് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ആ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അൽബൈക്കിന്ന് ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ ബർഗറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്ക് ഒരെണ്ണം കഴിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു ബർഗറായിരുന്നു കേട്ടോ. ആദ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല സ്പീഡും ഉണ്ടായിരുന്നു കഴിക്കുന്നതിൽ. പിന്നെ ആയപ്പോൾ സ്ലോ ആയി തുടങ്ങി കേട്ടോ. അത് വലിയ ബർഗറായതുകൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റില്ല. മക്കളും ഞാനും സ്ലോ ആയി തുടങ്ങി. പിന്നെ വിചാരിച്ചു അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാം, ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ക്ലോസ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. മക്കൾ കുറച്ച് നേരം ഈ ഒരു പ്ലെയിൻ സെക്ഷനിൽ കളിച്ചു കേട്ടോ. ചെറിയ മക്കളുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ തന്നെയാണ്. ചെറിയ മക്കളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ കൂടെ തന്നെ ഒരു 2-3 ഫാമിലിയിൽ കുഞ്ഞു മക്കളുണ്ടായിരുന്നു കേട്ടോ. അവർ എയർപോർട്ടിൽ കിടന്ന് ബഹളവും പാരൻസിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു കേട്ടോ. ഭയങ്കര വാശിയെടുത്ത് കരയിലും തറയിൽ കിടന്ന് ഉരുളലും ഒക്കെ ആയിരുന്നു കേട്ടോ. പണ്ട് ഞാൻ ഇദൂസിനെ അതിനെയും കൊണ്ടുവന്നതൊക്കെ എനിക്ക് അപ്പോഴും ഓർമ്മ വന്നു കേട്ടോ. എയർപോർട്ടിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ രണ്ടുപേരെയും അന്ന് കൊണ്ടുവന്നത് കുഞ്ഞു മക്കളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഏജ് ഭയങ്കര ചെറിയ മക്കളായിരുന്നു. കയറിയപ്പോഴോ പിന്നും ഒരു 10 മിനിറ്റ്സ് ലേറ്റായി കേട്ടോ. 10 മിനിറ്റ്സ് എടുക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ടയേർഡായി. കാര്യം ഇനിയും 10 മിനിറ്റ്സ് എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എയർ ഹോസ്റ്റസ് വന്ന് മക്കൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ കയ്യിൽ ഉണ്ടാക്കിയൊക്കെ കൊടുത്തു, ഫ്ലൈറ്റ് ഉണ്ടാക്കി കൊടുത്തു പേപ്പറിൽ. പിന്നെ ഇതേ മേളിലത്തെ കാഴ്ചയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മളെ സ്കൈ വ്യൂ കാണുന്നത് കേട്ടോ. ഭയങ്കര രസമായിരുന്നേ. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. നല്ല രസമായിരുന്നു. വിൻഡോ സീറ്റായിരുന്നു എനിക്ക് കിട്ടിയത്. മക്കൾ തരൂലായിരുന്നു സാധാരണ എനിക്ക് വിൻഡോ സീറ്റ്. അവർ രണ്ടുപേരും കൂടെ കയറിയിരിക്കും. അങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്ത കാഴ്ചകളാണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി മമ്മുവിനെ വിളിക്കണം. മമ്മു ആണ് പിക്ക് ചെയ്യാനായിട്ട് വരുന്നത്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഇദൂസും അതിനും ഹാപ്പിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഒരു മെഹന്തി നൈറ്റ് ഉണ്ടായിരുന്നു. അതിനെല്ലാം പോയിട്ട് അന്ന് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടന്നു. പനിയായിരുന്നു കേട്ടോ, ഭയങ്കര പനിയായിരുന്നു. ക്ഷീണം മാറാതെ തന്നെ ഇനി അടുത്ത പരിപാടിയുണ്ട്. ജ്വല്ലറീസ് എടുക്കണം. കല്യാണമല്ലേ വരുന്നത്, അപ്പം ജ്വല്ലറിയൊക്കെ സെറ്റ് ചെയ്യണം. ആറ്റിങ്ങൽ അഗീറയിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് നമുക്ക് കോതമംഗലത്തേക്ക് യാത്ര പോകണം. അവിടെ വെച്ചാണ് കല്യാണം, അവിടെയാണ് പെണ്ണിൻ്റെ വീട്. അതെ നമ്മൾ കോതമംഗലത്തോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ലിജാത്ത, മോള്, പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ബാക്കിൽ നിന്നൊക്കെ അവരുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്, കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ട്. നമ്മൾ തലേ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് കല്യാണം അവിടെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. അങ്ങനെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇടയിൽ നല്ല ക്ഷീണമൊക്കെ വന്നപ്പം ക്ഷീണം മാറാനായിട്ട് ഒരു കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു. നല്ല അടിപൊളി കരിക്കായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള നല്ല കരിക്കായിരുന്നു. അതെ ഈ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഡോളർ ബേർഡ് റിസോർട്ട്. ഈ ഒരു റിസോർട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ചുറ്റും മരങ്ങളൊക്കെ ഉള്ള ഒരു വലിയ റിസോർട്ടാണ് കേട്ടോ. ഒരുപാടുണ്ട് കാണാനായിട്ട്. സ്വിമ്മിങ് പൂളും പിന്നെ താഴോട്ടൊരു ചെറിയൊരു റിവറൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ വറ്റി കിടക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടോടെ പഴംപൊരിയും ചായയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി കേട്ടോ. നല്ല അടിപൊളി പഴംപൊരിയും ചായയായിരുന്നു. ഞങ്ങളതെല്ലാം കുടിച്ചു റിലാക്സ് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരുങ്ങി മെഹന്തി നൈറ്റിന് പോകണം. അടുത്ത അതാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ അവൾ വരുന്നതിൻ്റെ എൻട്രി ആണ്. ഒപ്പനയുടെ കൂടെ തന്നെ അവൾ നല്ല രസമായിട്ട് നല്ല മുൻചത്തി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നു.
അങ്ങനെ അതേ അടിപൊളി ഒരു ഡാൻസ് എൻട്രിയോടുകൂടി അവൾ സ്റ്റേജിലോട്ട് കയറുകയാണ്. മോളെ പേര് വരുന്നത് സന എന്നാണ് കേട്ടോ. അപ്പോൾ അതേ ഇനി അവൾ അവിടെ ഇരുത്തിയിട്ടൊരു നല്ലൊരു അടിപൊളി ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ചടങ്ങിലോട്ട് പോകുന്നത്, മെഹന്തി ഇടൽ. സനയുടെ പെണ്ണ് കാണലിന് ഞങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെ ആരെയും അറിഞ്ഞൂടായിരുന്നു. അവിടെ സനയുടെ ഉമ്മായെയും ബാപ്പായെയും അനിയനെയും ഒക്കെ പരിചയപ്പെടുത്തി ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് പിന്നെ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അവളെ ഡ്രസ്സ് മാറ്റാനായിട്ടാണ്. ഞങ്ങൾ കൊണ്ടുവന്ന സാരി മാറ്റാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞതേ അവൾ ഇട്ടിരിക്കുന്ന സാരിയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഓറഞ്ച് കളറിൽ റെഡ് സ്റ്റോണൊക്കെ ഉള്ള നല്ല അടിപൊളി സാരിയായിരുന്നു. അവൾക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു. കുറച്ചായിട്ട് വെച്ച് തരണേന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. എല്ലാവരും കുറച്ച് വെച്ചാൽ മതി, വയർ ഫുള്ളാവും എല്ലാവരും കൂടി തന്നിട്ട്. ഓരോരുത്തർ വന്നിരിക്കുമ്പോഴും അവൾ പറയും കുറച്ച് വെക്കണേ. നമ്മളെ അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. മെഹന്തി നൈറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റായി വന്ന് നേരെ കിടന്നുറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല. പിറ്റേന്ന് രാവിലെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും റെഡിയായി കേട്ടോ. നമ്മളെ ഡ്രസ്സെല്ലാം ഇതാണ്, സാരിയും മക്കള് ലെഹങ്കയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇതാണ് വല്യമ്മായും മോനും, കല്യാണ പയ്യൻ, ആഷിഖ് എന്നാണ് പേര്. അപ്പം ഇതാണ് ഇത്ത, വല്യമ്മയുടെ മോള്. അങ്ങനെ ഞങ്ങൾ കോതമംഗലത്ത് കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളവരെല്ലാം റിസപ്ഷന് വിളിക്കാനായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്ന ഗ്രൂപ്പെല്ലാം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നിന്നപ്പോഴാണ് പെണ്ണിൻ്റെ എൻട്രി വരുന്നത്. സനത എത്തുന്നു. നല്ലൊരു പാട്ടും ഡാൻസോടുകൂടി സന സ്റ്റേജിലോട്ട് കയറുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ കല്യാണം എല്ലാം നല്ല അടിപൊളിയായിട്ട് മാഷാ അല്ലാഹ് നടന്നു. അന്ന് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. മടത്തറയാണ് അവൻ്റെ വീട്. അപ്പം പിറ്റേന്നാണ് ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നത്. അങ്ങനെ അവരെ പിടിച്ച് കയറ്റുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവർക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ പാലും പഴവും ഒക്കെ കൊടുത്തു കേട്ടോ. പാലും പഴവും മിക്സ് ചെയ്തല്ല കൊടുത്ത, പാല് സെപ്പറേറ്റും പഴവും അങ്ങനെ സെപ്പറേറ്റായിട്ടും കൊടുത്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് അവർ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ റൂമിലേക്ക് കയറിയത്. അതുകൊണ്ടിരുന്ന ഉപ്പാപ്പാക്കൊരാഗ്രഹം പാല് കുടിക്കണം. അങ്ങനെ പാല് വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. ഞങ്ങൾ ഒരു കേക്ക് കട്ടിങ് സെറിമണിയിലോട്ട് മൂവ് ചെയ്തു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളും കുറച്ച് കേക്കൊക്കെ കൊടുത്ത് അവർ കേക്കൊക്കെ കഴിച്ച് മത്ത് പിടിച്ചു കേട്ടോ. പിന്നെ റെസ്റ്റിങ്ങിലായിട്ട് അവർ മുകളിലോട്ട് പോയ തക്കത്തിനാണ് ഞങ്ങൾ ഒരു തട്ടുകട സെറ്റപ്പ് അവരറിയാതെ സസ്പെൻസായിട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അവിടെ കിടന്ന പഴയ ബെഞ്ചൊക്കെ തപ്പിയെടുത്തു. തട്ടുകടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പോയി വാങ്ങിച്ചു. അവരെത്തുന്നതിന് മുന്നേ ഇതെല്ലാം സെറ്റ് ചെയ്തു. അവരെ കൊണ്ട് ദോശയും എല്ലാം ചുടിപ്പിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് റിസപ്ഷൻ്റെ വീഡിയോസാണിത്. റിസപ്ഷൻ്റെ ഡ്രസ്സാണ് ഇവരുടെ. ഭയങ്കര ആളായിരുന്നു കേട്ടോ. കല്യാണത്തിന് വരാൻ പറ്റാത്തവരെയും കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റാത്തവരെ എല്ലാവരെയും റിസപ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ ആ ഒരു റിസപ്ഷൻ ഒരു കേക്ക് കട്ടിങ് സെറിമണിയിലോട്ട് പിന്നെ മൂവ് ചെയ്ത് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കല്യാണ വ്ളോഗും നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോയ വീഡിയോസും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് പ്ലീസ്.